നമസ്കാരം കൂട്ടുകാരെ. ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള ഇന്ത്യൻ ഭക്ഷണമാണ് ബട്ടർ ചിക്കൻ. എല്ലാ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലെയും മുഖ്യ വിഭവമാണിത്. വീടുകളിൽ അധികം ഉണ്ടാക്കാത്തൊരു വിഭവമാണിത്. ഇത്തിരി പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തയ്യാറാക്കാം. നല്ല പഴുത്ത തക്കാളി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കണം. ഒരു വലിയ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഏലക്ക, കുരുമുളക്, കശുവണ്ടി, ബേ ലീഫ് ഇതെല്ലാം എണ്ണയിൽ മൂപ്പിച്ച് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. കുറച്ച് മുളക് പൊടിയും പച്ചമുളകും കാൻഡ് ടൊമാറ്റോയും, അത് നല്ല നിറത്തിന് വേണ്ടിയിട്ടാണ്. തക്കാളിയുടെ തൊലി പൊട്ടുന്നവരെ വഴറ്റി വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിക്കണം. തക്കാളി അങ്ങനെ സ്ലോയിൽ കുക്കാവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ മറിനേറ്റ് ചെയ്യാം. എല്ലില്ലാത്ത കോഴി ഇറച്ചി ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് വെക്കണം. അതിലേക്ക് കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, കടുകെണ്ണ, കസൂരി മേത്തി, ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് മറിനേറ്റ് ചെയ്ത് വെക്കണം. ബട്ടർ ചിക്കന്റെ ശരിക്കുള്ള രുചി ചിക്കൻ തന്തൂറിൽ ചുട്ടെടുക്കുമ്പോഴാണ്. എല്ലാവരുടെയും വീടുകളിൽ തന്തൂർ ഉണ്ടാവണമെന്നില്ല. ഓവനിൽ ഇത് നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഓവൻ ഇല്ലാത്ത വീടുകളാണെങ്കിൽ ഒരു പാനിൽ ഈ ചിക്കൻ ചുട്ടെടുക്കാം. ഓവൻ ഒരു 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് ഈ ചിക്കൻ ട്രൈക്കകത്ത് വെച്ച് ഒരു 20 മുതൽ 30 മിനിറ്റിനുള്ളിൽ നമുക്ക് ഗ്രിൽ മാർക്ക് കിട്ടുന്നവരെ ചുട്ടെടുക്കണം. ചിക്കൻ അങ്ങനെ കുക്കാവുന്ന സമയത്ത് നമുക്ക് തക്കാളി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു ഹാൻഡ് ബ്ലെൻഡറിലോ മിക്സിയിലോ നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനിയാണ് മക്കിനി ഗ്രേവി ഉണ്ടാക്കുന്നത്. മക്കൻ എന്ന് വെച്ചാൽ വെണ്ണയെന്നാണ്. ഇത് വെണ്ണയിലാണ് ഇതിന്റെ കളി മുഴുവൻ. വെണ്ണ ഉരുകുമ്പോൾ തന്നെ കറുകപ്പട്ടയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടിയും കസൂരി മേത്തിയും ഏലക്കാപ്പൊടിയും ചേർക്കണം. മസാല എല്ലാം വെണ്ണയിൽ നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ വേവിച്ചരച്ചു വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിക്കണം. മക്കിനി ഗ്രേവി ഇങ്ങനെ ചെറിയ ചൂടിൽ തിളച്ച് വരും. ആ സമയത്ത് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ഗ്രേവി നല്ല കുക്കായിട്ട് സ്മൂത്തായ കണ്ടീഷനിലെത്തും. ആ സമയത്ത് കുറച്ച് തേനും ഡബിൾ ക്രീമും ഒഴിച്ചു കൊടുക്കാം. ഈ ഡബിൾ ക്രീം ഇല്ലെങ്കിൽ സിംഗിൾ ക്രീം ആയാലും മതി. ചിക്കൻ നല്ല കിടുവായിട്ട് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കണം. ചിക്കൻ ഓവനിൽ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മൊരിഞ്ഞാൽ മതി. ബാക്കി ആ സോസിൽ കിടന്നങ്ങ് കുക്ക് ആയിക്കോളും. ലൈറ്റായിട്ട് മറിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്ത ഈ ജ്യൂസി ചിക്കനാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒരുപാട് നേരം പതിയെ കുക്ക് ചെയ്ത് ഈ തക്കാളി ഗ്രേവിയിലേക്ക് ഗ്രില്ല് ചെയ്ത ചിക്കനും അതിൻ്റെ ജ്യൂസും ചേർത്ത് വീണ്ടും കുറച്ച് നേരം കുക്ക് ചെയ്യണം. ഇനി കുറച്ച് ബട്ടറൂടെ ചേർത്ത് ഒരല്പം പഞ്ചസാരയും ചേർത്ത് അതിൻ്റെ എരിവും പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം. തീർച്ചയായിട്ടും സമയമെടുത്ത് ചെയ്യേണ്ട കറി തന്നെയാണ് ഈ ബട്ടർ ചിക്കൻ. നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്താൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ തീർക്കാൻ പറ്റും. ഇത്രയും സമയം മെനക്കെടുന്നതിൻ്റെ ഒരു ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. എരിവും പുളിയും മധുരവും ചേർന്ന അതീവ സ്വാദിഷ്ടമായ ഈ കറി കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടമാകും. വിശേഷ ദിവസങ്ങളിലോ അതിഥികൾ വീട്ടിലെത്തുമ്പോഴോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. ബട്ടർ ചിക്കൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ തന്തൂരിൽ ചുട്ടെടുത്ത വെണ്ണ തേച്ച ഗാർലിക് നാനാണ്. അത് വീടുകളിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചപ്പാത്തിയോ വീറ്റ് പൊറോട്ടയോ അല്ലെങ്കിൽ ഗീ റൈസോ പുലാവോ ഉണ്ടാക്കി ഇത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇതേ റെസിപ്പിയിൽ നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യണം. സാധാരണ 1 മിനിറ്റ് വീഡിയോ റെസിപ്പിയാണ് ചെയ്യാറ്.